മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഈ സമയത്ത് ഇത് ആരായിരിക്കും? നീലു ചെന്ന് ഫോൺ എടുത്തു. അരുണിന്റെ നമ്പരിയാണ്. അവളുടെ മിഴികളൊന്ന് കുറുകി. അന്ന് പരിചയപ്പെട്ടപ്പോൾ ഒരു നേഴ്സാണെന്നറിഞ്ഞ് വല്ല ആവശ്യവും വന്നാൽ മരുന്ന് ചോദിച്ച് വിളിക്കാന്ന് പറഞ്ഞ നമ്പർ വാങ്ങിയതാണ്. ഒരു നിമിഷം അരുണിനെ ഒന്ന് ഓർത്തുകൊണ്ട് സംശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ആ നീലിമ, ഇത് ഞാനാണ് അരുൺ, നിധിയുടെ ഫ്രണ്ട്. ആ മനസ്സിലായി. എന്തായിരുന്നു ഈ സമയത്ത്? അത് നീലിമ, നിങ്ങളിന്ന് പകല് വീട്ടിലുണ്ടായിരുന്നു. നിധി എങ്ങാനും അങ്ങോട്ട് വന്നിരുന്നോ? അരുണിന്റെ ചോദ്യത്തിൽ നീലുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ നിധിയുടെ മുഖമാണ്. വീടെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു പോയിട്ടും കോള് കാണാനായിട്ട് തിരികെ ഒരുപാട് വിളിച്ചിരുന്നു. കോള് കിട്ടിയില്ല. വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. പിന്നെ വിളിക്കാന്ന് കരുതിയതാ. പിന്നീട് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെതായ തിരക്കിൽപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് വൈകിട്ട് വിളിച്ചപ്പോഴും കിട്ടിയില്ല. ഇനി അശോക് എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതിയാ പിന്നെ താൻ വിളിക്കാണ്ടിരുന്നു. ഇവിടെ എത്തിയ സ്ഥിതി കാര്യങ്ങൾ അറിയാൻ അവൾ തന്നെ വിളിക്കുന്ന അറിയായിരുന്നു. പക്ഷെ ഇപ്പോ ഹലോ നീലിമ, അരുണിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആ അരുൺ, നിധി, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീലിമ, ഞാൻ ചോദിച്ചതിന് മറുപടി ഇതാ. അവളങ്ങോട്ട് വന്നിരുന്നോ? നിങ്ങൾ പകല് വീട്ടിലുണ്ടായിരുന്നോ? അരുൺ, അവള് വന്നിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ അമ്മയുടെ തറവാട്ടിലൊരു ഉത്സവം നടക്കുക. അപ്പൊ കുറച്ചു ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നാ. ഞങ്ങൾ പോകാനൊരുങ്ങുന്ന സമയം അവൾ വന്നിരുന്നേ. അവൾ തിരികെ യാത്രയാക്കിയ ശേഷം ഞങ്ങൾ പോയത്. എന്ത് പറ്റി അരുൺ? നിധി കുഴപ്പമൊന്നുമില്ലല്ലോ? അരുണൊന്നും മിണ്ടിയില്ല. അരുൺ തനിക്ക് മുമ്പിലെല്ലാം കേട്ട് കലങ്ങിയ മിഴികളോടെ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി. ആ നീലിമ, നിധി മിസ്സിങ്ങാ. ഒരു കാര്യം ഉറപ്പിക്കാം, അവിടുന്ന് തിരിച്ച ശേഷമാണ് അവള് മിസ്സിംഗ് ആയത്. എന്താ നിധി? എന്റെ ഈശ്വര! നീലുവിന്റെ ഇടറുന്ന ശബ്ദം കേട്ടതും പിന്നെ വിളിക്കാന്ന് പറഞ്ഞ അരുൺ ഫോൺ ഓഫ് ചെയ്തു. നീലു വേവലാതിയോടെ കരഞ്ഞുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലേക്ക് ഓടി. അശോക് എന്തു പറയണമെന്നറിയാതെ അരുൺ അവന്റെ ഷോൾഡറിൽ പിടിമുറുക്കി. അരുണിന്റെ ഫോൺ റിങ് ചെയ്തും അരുൺ അശോകിനെ നോക്കിക്കൊണ്ട് കോൾ എടുത്ത് അല്പം മാറി നിന്നു. അല്പനേരം കഴിഞ്ഞ് അവൻ തിരികെ വന്ന് അശോകിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അശോക്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് കാർത്തി എടുക്കുന്ന ഹോസ്പിറ്റലിൽ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അവനോ വിളിച്ചത്. അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നല്ലോ. ഇവൻ പറഞ്ഞ അസുഖം മാറിയ ഒരാഴ്ച മുമ്പ് അവനവൻ്റെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയെന്നാ. ഇനി അവനെങ്ങാനും... അശോകിന്റെ മുഖം വലിഞ്ഞു മുറുകി. അന്ന് കാണിച്ചെല്ലാം വീണ്ടും കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. കൈകൾ മുടിയിലൂടെ കോർത്തു വലിച്ച് ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതു. തിരികെ വിളിക്കുന്ന നീലുവിന്റെ നമ്പർ കാണെ അരുൺ അശോകിന്റെ കൈകൾ പിടിച്ചു നിർത്തി. അരുൺ കോളെടുത്ത് സ്പീക്കറിലിട്ടു. ഹലോ നീലിമ. പൊട്ടിക്കരയുന്ന അവളുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും ഇരുവരും സംശയത്തോടൊന്ന് മുഖത്തോട് മുഖം നോക്കി. നീലിമ. അരുൺ അവളെ വീണ്ടും വിളിച്ചു. അരുൺ, അവളെ രക്ഷിക്ക്. അശോകിനോട് അവളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറയണം. ഇല്ലെങ്കിൽ അയാൾ കൊല്ലും അവളെ, അവരുടെ കുഞ്ഞിനെയെല്ലാം. ഒരു വിതുമ്പലോടെ പറയുന്ന നീലിമയുടെ വാക്കുകൾ കേൾക്കെ ഇടിവെട്ടേറ്റ പോലെ തറഞ്ഞിരുന്നു അശോക്. നീലിമ, നീ ആരെക്കുറിച്ചാ പറയുന്നേ? കാതിൽ അശോകിന്റെ ശബ്ദം പറഞ്ഞതും നീലു ഒരു പതറിലോടെ അല്പനേരം മൗനമായി നിന്നു. നീലിമ! വീണ്ടും അശോകിന്റെ വിളിയിൽ എന്തോ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച പോലെ നീലു തന്റെ ഇരുമിഴികളും തുടച്ചു നീക്കി. അശോക്, എനിക്ക് അശോകിനെ ഒന്ന് കാണണം. ഇനി ഞാൻ അശോകിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ പാപിയായിരിക്കും ഞാൻ. ഒന്ന് വരാമോ? മാസങ്ങൾക്ക് മുമ്പ് അശോക് കിടന്നിരുന്ന സ്വാമിജിയുടെ ഈ ആശ്രമത്തിലേക്ക്. വിതുമ്പിയുള്ള അവിടെ വാക്കുകൾ മറുപടിയൊന്നും നൽകാതെ അശോക് പുറത്തേക്ക് പോയി. ഫോൺ ഓഫ് ചെയ്ത് അരുൺ അവന്റെ പുറകെ ഓടിച്ചെന്നു. ദീർഘനേരത്തെ യാത്ര കഴിഞ്ഞ് സ്വാമിജിയുടെ ആശ്രമത്തിന് മുമ്പിൽ കാർ വന്ന് നിർത്തിയതും തന്റെ ഉള്ളം വല്ലാതെ തുടിക്കും പോലെ തോന്നിയവന്. നിധി തന്നോട് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നിയതാണ്. എങ്കിലും അവളായിട്ട് തന്നെ പറയട്ടെ എന്ന് താനും കരുതിയതാണ്. എന്തായിരിക്കും എന്നിൽ നിന്ന് പോലും അവൾ മാറ്റി നിർത്തിയത്? പല ചിന്തകളോട് അശോക് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ അരുണു. തങ്ങളെ കാത്തുന്ന പോലെ മുന്നിലൊരു ചിരിയോടെ നിൽക്കുന്ന സ്വാമിയെ കണ്ടതും കൈകൾ കൂപ്പി അശോക് അയാളുടെ അടുത്തേക്ക് ചെന്നു. ഒരു പുഞ്ചിരിയോടെ ഇരുവരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അയാൾ. ജനൽപ്പാളിയുടെ പുറത്തേക്ക് നോക്കി എല്ലാം പറഞ്ഞു നിർത്തിയതും നീലു അവന്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. കേട്ടതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു മരവിപ്പോടെ നിൽക്കുന്നവനെ കാണെ അവന്റെ അടുത്തേക്ക് ചെന്ന് കൈകൾ കൂപ്പി അവന്റെ കാലിലേക്ക് വീണ് നീലു. അപ്പോഴൊന്ന് ചലിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അശോകിന്. എന്റെ സ്വാർത്ഥത കൊണ്ട് മറച്ചു വെച്ചല്ല ഞാൻ. ഇനി അവരുടെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാ. മുത്തശ്ശിയുടെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആ പറഞ്ഞു കൊടുത്ത അഡ്രസ്സ് എല്ലാം നൽകിയ നിധി തന്നെയാണ്. അവസാന പ്രതീക്ഷ പോലെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു വന്ന അവള്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് തവണ. അവനെ കാണണം, അവൻ തിരികെ വരുന്ന എൻ്റെ അശോകിന് മുമ്പിൽ ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുനിർത്തണം എന്നൊക്കെ പറഞ്ഞ അവൾ തിരികെ പോയത്. അശോകിനൊരു സർപ്രൈസ് ആയിട്ട് അവനെ തിരികെ നൽകാൻ വേണ്ടിയാ ഈ കാര്യം മാത്രം അവൾ അശോകിൽ നിന്ന് മറച്ചു വെച്ച്. നീല അവന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. അശോക് അവളെ തന്നെ ഉറ്റുനോക്കി. കാണണ്ടേ അവനെ? ഫോണിൽ നേരിട്ട് എപ്പോഴും പറയാൻ 100 വാക്കുണ്ടാവും ഈ ദേഷ്യക്കാരൻ ജാനെ കുറിച്ച്. അശോക് അവന്റെ മിഴികൾ ഇറുക്കിയടച്ചു. തന്റെ മിഴിനീർക്കണങ്ങൾ നിറഞ്ഞൊഴുകുന്ന പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. മിഴികൾ വലിച്ചുറന്ന് അശോക് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും നീല അവന്റെ കൈകളിൽ പിടുത്തമിട്ടു.
വേണ്ട, കാണേണ്ടിരിക്കുക. എന്നെ നിധി എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച സർപ്രൈസ് അല്ലേ, അത് അതുപോലെ തന്നെ നിൽക്കട്ടെ. എനിക്ക് മുന്നിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന എൻ്റെ സരസിനെ കണ്ടാൽ മാത്രം മതി എനിക്ക്. അത്രയും പറഞ്ഞ ആശ്രമത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും അവന്റെ കണ്ണിലൊരു അഗ്നി ആളിക്കത്തിക്കൊണ്ടിരുന്നു. അവനെ ഞാടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. അവന്റെ ഭാവം പോലും മിന്നിമാറുന്നു. തെല്ലു പകപ്പോടെ നോക്കിക്കണ്ടു അരുൺ. തിരക്കി പിടിച്ച് അതിരാവിലെ പുറത്തേക്ക് ഇറങ്ങുന്ന രാജവർമ്മയെ കണ്ട് തെല്ലു സംശയത്തോടെ അടുത്തേക്ക് ചെന്ന് സരസ്വതി. രാജേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ ഇത്ര നേരത്തെ? ഇന്നലെ രാത്രി എപ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഈ നിമിഷം ഇവിടെ എത്തിയിട്ടില്ല. വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്റെ മോനെ ഇനി ആ പഴയ അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല സരസ്വതി. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയാൽ മതിയാവൂ. 2 മക്കളെ നൽകി അതിലൊന്നിനെ പറക്കമറ്റേ വളർന്നപ്പോ ദൈവം അങ്ങ് കൊണ്ടുപോയി. ഇനി അവനെയും കൂടെ ഇല്ല, അതിനും കൂടെ കഴിയില്ല സരസ്വതി. ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. പിന്നെ ജഗം പറഞ്ഞു, ഇന്നലെ മുതൽ നമ്മുടെ വീട്ടിലെ CCTV ഒന്നും വർക്കല്ലെന്ന്. പെട്ടെന്ന് അങ്ങെല്ലാം നിന്ന് പോവോ? അന്വേഷിക്കണം ഇതിൻ്റെയൊക്കെ തുടക്കം എന്താണെന്ന്. അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന രാജവർമ്മയെ തെല്ല് സംശയത്തോടെ നോക്കിയെന്ന് സരസ്വതി. പുറത്തേക്ക് ഇറങ്ങി കാറിലേക്ക് കയറാനൊരുങ്ങിയതും ഗേറ്റ് കടന്നു വരുന്ന അശോകിന്റെ കാറ് കാണെ ഒരു പ്രതീക്ഷ പോലെ അവനിലേക്ക് മിഴികൾ പായിച്ചു. നേരം പുലർന്നു തുടങ്ങുന്നേയുള്ളൂ. അപ്പോഴേക്കും പതിവില്ലാതെ പുറത്തേക്ക് പോകുന്ന രാജവർമ്മയെ അഗ്നിയെരിയുന്ന മിഴികളോടെ നോക്കിയവൻ കാറിൽ നിന്നിറങ്ങി അയാളെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കവേ നീലു പറഞ്ഞ വാക്കുകളായിരുന്നു അവന്റെ മനസ്സ് നിറയെ. അശോക്, നീ ഇതെവിടെയായിരുന്നു മോനെ? വല്ല വിവരവും കിട്ടിയോ? തന്നെ നോക്കി വേവലാതിയോട് ചോദിക്കുന്ന രാജവർമ്മയെ കാണെ അയാളിൽ നിറഞ്ഞു നിൽക്കുന്ന ആരെയും വിശ്വസിക്കുന്ന അഭിനയത്വം നോക്കി നിന്നവൻ. അശോക്, ഞാനൊരു സ്ഥലം വരെ പോയതോ അപ്പ. അല്ല, പപ്പയും കൂടെ എത്ര നേരത്തെ? നിനക്ക് ഓർമ്മയില്ലേ, അന്ന് പാർട്ടിയിൽ വന്നിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് കിഷോർ. അവനൊരു IPS ഓഫീസറാ. അവനിവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നിധിയെ കണ്ടുപിടിക്കണം. നിന്നെ ഇനിയും നഷ്ടപ്പെടുത്താൻ നിന്റെ പപ്പയ്ക്ക് കഴിയില്ല അശോക്. പിന്നെ നമ്മുടെ CCTV എല്ലാം ഇന്നലെ തൊട്ട് വർക്കല്ല. അതെന്താണെന്ന് കൂടി നോക്കണം. നീതി ഇവിടുന്ന് പോയത് എപ്പോഴാ എന്താന്നൊക്കെ അറിയേണ്ടത് അത്യാവശ്യമാണ്. നീ സമാധാനമായിട്ടിരിക്കേ. അവൾക്കും നിന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. പറഞ്ഞോളി രാജവർമ്മ കാറിലേക്ക് കയറിയതും അശോകിനെ നോക്കിക്കൊണ്ട് ജഗനും കൂടെ കയറി. ഗേറ്റ് കടന്ന് അവിടെ വാഹനം പോകുന്നൊരു വല്ലാത്ത ക്രൂരഭാവത്തോടെ നോക്കി നിന്നു അവൻ. അശോക്, അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാ അവരിപ്പോ പോകുന്ന നിധിയുടെ അടുത്തേക്കായിരിക്കില്ലേ? കൂടെ വെച്ചു പിടിച്ചാലോ? ഒറ്റയടിക്ക് തീർക്കണ രണ്ടിനെയും. മുഷ്ടിയുട്ടി അരുൺ പറഞ്ഞു. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ അരുണിനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു അശോക്. അശോകിനെ കണ്ടത് ഒരു പ്രതീക്ഷയാണെങ്കിൽ കാത്തിരുന്ന സത്യനും ദുർഗ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ ഒരു പ്രതികരണം ഇല്ലാതെ മുകളിലേക്ക് കയറിപ്പോകുന്നവനെ കാണെ കരച്ചിൽ ചീളുകൾക്ക് ആക്കം കൂടിയിരുന്നു. പതിയെ മിഴികൾ ചിമ്മി തുറക്കാൻ വല്ലാതെ പാടുവിട്ട് നിധി. ശരീരം ഒന്നാകെ വല്ലാത്തൊരു അസ്വസ്ഥത. അശോക്, മിഴികൾ തുറക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം പതിയെ വിളിച്ചുപോയി അവൾ. ശ്രമപ്പെട്ട് എങ്ങനെയൊക്കെയോ മിഴികൾ തുറന്ന് ചുറ്റും കണ്ണോടിച്ചു. ഒരു മങ്ങിയ വെളിച്ചത്തിനപ്പുറം എല്ലാം ഇരുട്ടാണ്. കെട്ടിയിട്ട തന്റെ കൈകളിലേക്കും കാലിലേക്കും ഒന്ന് നോക്കി. കാലിൽ വല്ലാതെ നീര് വന്ന് പൊങ്ങിയിട്ടുണ്ട്. അസഹ്യമായ വേദന. താനിതെവിടെയാണ്? ഒരു നിമിഷം എന്താണ് ഉണ്ടായതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചവൾ നീലുവിന്റെ വീട്ടിൽ പോയി തിരികെ കൈലാസത്തിന്റെ പടികൾ കയറുമ്പോഴെല്ലാം തിരികെ വരുന്ന സരസിനെ ഓർത്തുള്ള ചിന്തയായിരുന്നു. അവന്റെ തിരിച്ചുവരവ്, നീലുവുമായുള്ള വിവാഹം, അതിലുപരി അവനെ വരവേൽക്കാൻ അവന്റെ അശോകിന്റെ കുഞ്ഞ്. തന്റെ ചിന്തകൾക്ക് കടിഞ്ഞാണിട്ടത് അകത്തേക്ക് കയറി അമ്മയുടെ അച്ഛൻ്റെയും മുറിക്കുമ്പിലെത്തിയപ്പോഴാണ്. അകത്തുനിന്ന് കേൾക്കുന്ന അച്ഛന്റെ ശബ്ദം കേൾക്കെ മുറിയിലേക്ക് കയറിയത് മാത്രമേ തന്റെ ഓർമ്മയിലുള്ളൂ. പിന്നെന്താണ് സംഭവിച്ചത്? താനിപ്പിത് എവിടെയാ? ചിന്തിച്ചുകൊണ്ടൊരു വിതംബരോടെ തന്റെ ഉത്തരത്തിലേക്ക് നോക്കിയവൾ. എനിക്കറിയാം, എല്ലാം അയാൾ തന്നെയാ ഇതെല്ലാം ചെയ്ത്. ഇത്രയും ക്രൂരനാവ് മാത്രം എന്ത് തെറ്റ അയാളോട് എല്ലാവരും ചെയ്ത്, എല്ലാവരോടും സ്നേഹം കാണിച്ച് സ്വന്തം മക്കളെ വരെ ചതച്ച നീച്ചൻ പാവന്റെ അശോക്. എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഓരോന്നോർത്ത് സ്വയം പുലമ്പിക്കൊണ്ടിരുന്നവൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും ഒരു പകപ്പോടെ ചുറ്റും മിഴികൾ പായിച്ചു. വീണ്ടും ആരോ തനിക്കടുത്തേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടതും കാതിലറിയടിക്കുന്ന ബൂട്ട്സിന്റെ ശബ്ദം. അത് അത്രമേൽ പരിചയമുള്ളതായിരുന്നു. അതാരാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ അതിലുപരി ആ മനുഷ്യനോർത്ത് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. തനിക്ക് മുന്നിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയതും പതിയെ മുഖമുയർത്തി ഇരുട്ടിൽ വ്യക്തമാവാത്ത രൂപത്തിലേക്ക് അഗ്നിയെരിയുന്ന മിഴികളോടെ നോക്കിയവൾ. എന്തിനാ എനിക്ക് മുന്നിൽ ഇത്രയ്ക്ക് ഷോ കാണിക്കാൻ നിൽക്കുന്നത്? എനിക്കറിയാം, നിങ്ങളാണ് എല്ലാത്തിനും കാരണം. മക്കളുടെ എല്ലാവരുടെയും മുമ്പിൽ സ്നേഹം അഭിനയിച്ച അവരുടെ വിശ്വാസം നേടിയെടുത്തൊരു ചെന്നായ നിങ്ങൾ. എന്നെ പൂട്ടിയിട്ടാലും നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും നടക്കില്ല മിസ്റ്റർ രാജവർമ്മ ഗുപ്ത. നിങ്ങൾ നോയിക്കോ, വൈകാതെ നിങ്ങളുടെ മുഖം മൂടി എന്റെ അശോക് വലിച്ചു കീറും. നിങ്ങളുടെ അന്ത്യം അതെന്റെ അശോകിന്റെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും. ഉറപ്പോടെയുള്ള വാക്കുകളോട് അവൾ ആ രൂപത്തിലേക്ക് നോക്കി ശൗര്യത്തോടെ പറഞ്ഞു നിർത്തിയതും. അങ്ങനെയെല്ലാം നീ അങ്ങ് തീരുമാനിച്ച് ഉറപ്പിച്ചാലോ മിസ്സിസ് നിധി അശോക് ഗുപ്ത? കാതിൽ പതിക്കുന്ന ശബ്ദത്തോടൊപ്പം ഒരടി മുന്നോട്ട് വെച്ച് തനിക്ക് മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കാണെ വിശ്വസിക്കാനാവാതെ ഒന്നിച്ചരിക്കാൻ പോലും മറന്ന് മിഴികൾ പുറത്തേക്ക് തുറിച്ച് നോക്കി നിന്നുപോയി നിധി. എന്തു പറ്റിയെന്നെ നിധി മോൾക്ക്?
നിന്റെ ചിന്തകളും ഊഹങ്ങളെല്ലാം തെറ്റിപ്പോയി അല്ലേ നിധി? തന്റെ മുഖത്തേക്ക് നോക്കി അട്ടഹസിച്ചിരിക്കുന്നവരെ കാണെ ഒരു തളർച്ചയോടെ നിധി തന്റെ മിഴികൾ ഇറുകെ അടച്ചു. ഈ നിമിഷം വരെ തന്റെ ചിന്തകളിൽ പോലും എത്തി നോക്കാത്ത രൂപം, അതും താൻ ഇന്നോളം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ രൂപം, വേഷം. നിധി മിഴികൾ തുറന്ന് പതിയെ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ നിങ്ങളായിരുന്നു ഇതെല്ലാം? അപ്പൊ നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല എന്റെ നിധി? അതേടി, ഞാൻ തന്നെയല്ല, എല്ലാം ചെയ്ത് ഞാൻ തന്നെയാ. ഈ സരസ്വതി മിത്രയെ കുറിച്ച് നിനക്ക് എന്തറിയാം നിധി? അയ്യോ, അങ്ങനെയല്ല, ചെറിയൊരു തിരുത്തുണ്ട്. സരസ്വതിയല്ല, ജാനകി ശിവകാമി. ഒന്നും അറിയില്ല നിനക്കെന്നല്ല, ആർക്കും അറിയില്ല നിധി. തന്റെ മുന്നിൽ അട്ടഹസിച്ച് പറയുന്ന അവരെ തെല്ല് പാപ്പോടെ നോക്കി ഇന്ന് പോയി അവൾ. ഇത്രയും കാലം താൻ കണ്ട രൂപം, അതിൽ നിന്ന് എത്രയോ അകലെയാണ് ഇന്ന് തനിക്കും നിൽക്കുന്ന ഈ സ്ത്രീ രൂപം. പട്ട് സാരി ആഭരണങ്ങളും അണിഞ്ഞ് ഐശ്വര്യത്തോടെയുള്ള രൂപം. എന്നാൽ അതിനപ്പുറം ഒരു ജീൻസും ടോപ്പും ഷൂവും അണിഞ്ഞ് അലസമായ മുടിയുമായി മറ്റൊരു രൂപം. ഒന്നും മനസ്സിലാവാതെ അവർ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിധി. എന്താടി, രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ദേ, ഇത് എവിടെയാണെന്നറിയാം നിനക്ക്? വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്നതോടൊപ്പം വീണ്ടും പൊട്ടിച്ചിരിച്ചവർ. നിർത്ത്, എല്ലാവരെയും ചതിച്ചത് നിങ്ങളായിരുന്നു അല്ലേ? എല്ലാ അർത്ഥത്തിലും നല്ല മുഖംമൂടി അണിഞ്ഞൊരു അമ്മ. അതെ നിധി, നീ പറഞ്ഞ എല്ലാം സത്യ. എല്ലാത്തിനും ഉത്തരം ഒന്നേ ഉള്ളൂ, ഈ ജാനകി ശിവകാമി. നിനക്കറിയോ, ശരിക്കും നീ എൻ്റെ കണക്കിൽ ഇരയായിരുന്നില്ല നിധി. പക്ഷെ നീയായിട്ട് വന്ന് കയറിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ പടി കയറി സർവാധികാരത്തോടെ എന്ന് വന്നോ അന്ന് തൊട്ട് തെറ്റിത്തുടങ്ങിയ എൻ്റെ എല്ലാ കണക്കൂട്ടിലും. ഇനിയും നിന്നെ അടക്കി നിർത്തിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കൊണ്ടുനടന്ന എൻ്റെ പക, എൻ്റെ അടങ്ങാത്ത പക, അത് ഞാൻ എങ്ങനെ തീർക്കും നിധി? എല്ലാം തെറ്റിത്തുടങ്ങിയ നീ വന്ന് കയറിയ നിമിഷം തൊട്ടാ ഇനി അത് അനുവദിക്കാൻ എനിക്ക് കഴിയില്ല നിധി. തുടങ്ങാൻ പോവാ ഞാൻ. അവനെന്നല്ല, ആർക്കും കണ്ടെത്താൻ കഴിയില്ല നിന്നെ. വല്ലാത്തൊരു ഭാഗത്തോടെ പറയുന്ന സരസ്വതിയെ ഒരു വിതുമ്പലോടെ നോക്കിയവൾ. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ? എൻ്റെ അറിവിൽ നിങ്ങൾക്കൊരു തെറ്റും ചെയ്തില്ല എൻ്റെ അശോക്. പിന്നെ എന്തിനാ നിങ്ങൾ? കലങ്ങിയ മിഴികളോടെ പറയുന്ന നിധിയെ കാണെ ജാനകി അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. പതിയെ നിറഞ്ഞൊഴുകുന്ന അവളുടെ കവിളിലൂടെ തലോടി. പുഞ്ചിരിയോടെ തഴുകുന്ന അവരുടെ മുഖം നിമിഷ നേരം കൊണ്ട് വലിഞ്ഞു മുറുകി. പെട്ടെന്ന് അവർ നിധിയുടെ കവിള് നോക്കി ആഞ്ഞടിച്ചു. കിട്ടിയടിയിൽ നിധിക്ക് തന്റെ കവിൾ പറഞ്ഞു പോകും പോലെ തോന്നി. അറിയണോടി നിനക്ക്? അറിയിക്കാൻ ഞാൻ എല്ലാത്തിനെയും. അവളുടെ ഒരു രഹസ്യം കണ്ടുപിടിക്കല്. മരുന്ന് മാറ്റി അവൻ നീ പഴയതുപോലെ തിരികെ കൊണ്ടുവന്നു. അതിനു പിന്നിലെ രഹസ്യം തേടി നീ അതും കണ്ടുപിടിച്ചു അല്ലേടി? എന്നാ നീ ഇനി കാത്തിരുന്നോ? അവന് നിന്റെ കൺമുമ്പിൽ ഒരു പ്രാന്തനാക്കി മാറ്റും ഞാൻ. നിനക്കെന്നല്ല, ഇനി ആർക്കും അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്ത വിധം. തനിക്ക് മുന്നിൽ പൊട്ടിച്ചിരിക്കുന്ന ജാനകിയെ കാണെ നിധിക്ക് തന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം പിടിമുറുക്കാൻ തുടങ്ങി. അശോക്, ഒരു നോവോടെ വിളിച്ചുപോയി അവൾ. വീണ്ടും ഒരു അട്ടഹാസത്തോടെ അവളുടെ മുന്നിലേക്ക് ചേർന്ന് നിന്നു ജാനകി. വിളിക്ക്. അശോകിനെ മാത്രമല്ല, ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. നിന്റെ മാമ, പിന്നെ അമ്മായി, നിന്റെ കൂട്ടുകാർ, അങ്ങനെ എല്ലാവരും ഉണ്ട് നിധി. വിളിക്ക്, നീ ഉറക്കെ വിളിക്ക്. പക്ഷേ ആരും വരില്ല. ആർക്കും നിന്റെ ഈ ശ്വാസം പോലും ചെന്നെത്തില്ല നിധി. വല്ലാത്തൊരു ഉന്മാദത്തോടെ പറഞ്ഞിരിക്കുന്നവരെ കാണെ താൻ ഇതെവിടെയാണെന്ന സംശയത്തോടെ ചുറ്റും ഒന്നുകൂടെ മിഴികൾ പായിച്ചു. നീ എന്താ നിധി നോക്കുന്നേ? നീ ഇപ്പൊ എവിടെയാണെന്നാണോ? അറിയണോ നിനക്ക്? പറ, അറിയണോ? എന്നാ കേട്ടോ, നീ ഇപ്പൊ നിന്റെ പ്രാണനായവന്റെ തൊട്ടരികിലുണ്ട്. പാവം, എന്നിട്ടും നിന്നെ തേടി അലകിയവൻ. അവന്റെ ഈ അലച്ചിരി കാണുമ്പോ എത്ര രസാ കാണാന്നറിയോ? ഒന്നും മനസ്സിലാവാതെ നിധിയൊരു അപ്രാളത്തോടെ മിഴികൾ പായിച്ചു. അശോക്, അശോക്! അവൾ ചുറ്റും നോക്കി വിളിച്ചു. നീ ഇത്രക്ക് മണ്ടിയാണോ നിധി? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് നിന്റെ ശ്വാസം പോലും പുറത്തു പോവില്ല എന്ന്? കാരണം എന്താ? ഈ മുറിയെക്കുറിച്ച് ആ കിളവിക്കും എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആർക്കും. അവരിപ്പോ ഈ മുറി പോലും ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. എന്നെ വീട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? നീ പറഞ്ഞേ ശരിയാ, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നിധി. പക്ഷേ അയാള് വേദനിക്കണമെങ്കിൽ ഇതുപോലെ മക്കള് കിടന്ന് അനുഭവിക്കണം. നിനക്ക് ഞാൻ എല്ലാം പറഞ്ഞുതരാം, എല്ലാം. അതിനു മുമ്പ് അവനെ ഞാനൊരു ഭ്രാന്തനാക്കി മാറ്റും. എന്നിട്ട് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും നിന്റെ അവൻ്റെയും കുഞ്ഞിൻ്റെയും ശരീരം. അത് കണ്ടൊരിക്കലും തിരികെ വരാത്ത വിധം അവനൊരു മുഴുഭ്രാന്തനായി മാറ്റും ഞാൻ. എന്നിട്ട് പതിയെ സരസിൻ്റെയും നിന്റെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിടും. അപ്പോഴും ഞാനിന്ന് കരയും, മോനെ അശോക്, മോനെ അശോക്.
എന്ന് വിളിച്ചുകൊണ്ട്. ഇല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നൊന്നും നടക്കില്ല ജാനകി. സ്വന്തം മക്കളിങ്ങനെ കൊല്ലാകൽ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഒരമ്മയാണോ നിങ്ങൾ? നിധിയുടെ വാക്കുകൾക്ക് മുമ്പിൽ അവളെ നോക്കിയൊന്ന് പൊട്ടിച്ചിരിച്ച് ജാനകി. ഇതിനുള്ള ഉത്തരമെല്ലാം ഞാൻ നിനക്ക് നൽകും നിധി. എപ്പോന്നറിയോ നിനക്ക്? ദാ നോക്ക് പറഞ്ഞുകൊണ്ട് കയ്യിലെ മരുന്ന് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. ഞാൻ നൽകിയിട്ടു ഇതൊന്നും നീ അശോകിന് കൊടുക്കാതെ മാറ്റി വെച്ചില്ലേ? എനിക്കറിയാം നീ കൂടെയുള്ളപ്പോൾ ഇത് അവനിലേക്ക് എത്തില്ലെന്ന്. ഒരിക്കൽ നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ അവനോട് സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു, ഇനി ഇതൊന്നും കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഇതിനി ഞാൻ കൊണ്ടുകൊടുത്താൽ അവൻ കുടിക്കില്ല. പക്ഷേ അവൻ പോലും അറിയാതെ ഞാനിത് അവനിൽ എത്തിക്കും. കാണണ്ടേ നിനക്ക്? കാണിക്കാം. നിന്റെ മുമ്പിൽ വെച്ച് കൺകുളിർക്കി കാണിക്കാൻ ഞാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.